ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്കെതിരെയുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് ഫാൻസ്, കിങ് ഓഫ് ഫാൻസ്, 10 ഓഫ് സോർട്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് ഫാൻസ് പറയുന്നു നിങ്ങളോട് അവർക്ക് വളരെയധികം അഭിനിവേശം, ആവേശം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, എല്ലാ ആഗ്രഹം, നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു തുടക്കം വേണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നാണ്. അവരതിൽ ആഗ്രഹിച്ച് തന്നെ ആണ് ഇരിക്കുന്നത്. എന്നാൽ അവരെടുക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെയും ആലോചിച്ചും മാത്രമേ എടുക്കുകയുള്ളെന്നാണ് കിങ് ഓഫ് വാൻസ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് പാസ്റ്റിൽ എന്തോ കുറേയേറെ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. കുറേയേറെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഹേർട്ട്ഫുൾ ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കാം. അവർ അതിൽ നിന്നും അവരുടെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ 10 ഓഫ് സോർട്സ് കാണിക്കുന്നത്. അതായത് അവർ സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ മുറിവുകളെ. അത് കഴിഞ്ഞിട്ട് അവരൊരു ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷേ അത് ഉടനെ തന്നെയുള്ള ഒരു ആക്ഷൻ, സഡൻ ആക്ഷൻ ആയിരിക്കില്ല. അവർ വളരെ ആലോചിച്ച് മാത്രമേ ഒരു ആക്ഷനിലേക്ക് വരുള്ളൂ എന്നാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അവർ ആലോചിച്ച് നിൽക്കുവാണ്, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളതെല്ലാം ആലോചിച്ച് നിൽക്കുന്നു. പിന്നെ അവരുടെ കരിയറുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബന്ധമുള്ളത് കൊണ്ടും അവർ ആ കരിയറിൽ കുറച്ചുകൂടിയൊക്കെ ഗ്രോത്തൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നും, നിങ്ങളിലേക്ക് വരുമ്പോഴുള്ള ഒരു ബന്ധം ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ബന്ധം അത് ആത്മാർത്ഥമായിട്ടും സ്ഥിരമുള്ളതും സ്റ്റെബിലിറ്റി ഉള്ളതുമായിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, ഒരു അട്രാക്ഷനുണ്ട്. പുതിയൊരു നിങ്ങളുടെ കോൺഫ്ലിക്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കത്തിന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും, എന്നാൽ അവർക്ക് പാസ്റ്റിലുള്ള വിഷമങ്ങളും വേദനകളും ഹാർട്ട്ഫുൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മൈൻഡിൽ ഒന്ന് ഹീൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് സ്ഥിരമായിട്ടും സ്റ്റെബിലിറ്റി ആയിട്ടും വരണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. ആ വാട്സപ്പ് നമ്പറിൽ വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. ആരും വിളിക്കേണ്ട, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇതാണ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.